ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്താൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ. പിന്നെ അപ്പോൾ തുടങ്ങാം. നമ്മുടെ ശ്രുതി അങ്ങനെ ക്രിയയ്ക്ക് വേണ്ടിയിട്ട് പിച്ചയ്ക്കിരിക്കുകയാണ് ഒരു അമ്പലത്തിൻ്റെ നടയിൽ. അപ്പോൾ രേവതി വരുന്നുണ്ട്. രേവതീനെ ശ്രുതി കാണും. ശ്രുതി നോക്കുമ്പോൾ പറയും, ഇതെന്തിനാ അപ്പോൾ ഇവൾ ഇങ്ങോട്ട് വന്നതെന്നറിയും. പക്ഷേ രേവതി ശ്രദ്ധിക്കുന്നില്ല. രേവതി അങ്ങനെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങുന്ന സമയത്ത് അയാൾ ഇരിക്കുന്ന ആ വഴി കൂടെയാണ് ഇറങ്ങുക. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർക്കും കാശ് കൊടുക്കുമ്പോൾ തലയിൽ കൂടെ മുണ്ടിട്ടിട്ട് തോർത്ത് മുണ്ടിട്ടിരിക്കും. ഇനിയിപ്പോൾ ഇവള് കണ്ട ഇനിയിപ്പോൾ പ്രശ്നമാണെന്നും പറഞ്ഞിട്ട് ശ്രുതി തലയിൽ കൂടെ മുണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ മുണ്ടിട്ടിരിക്കുമ്പോൾ പറയും, ഇതെന്താ അയാൾ ഇങ്ങനെ ഇരിക്കുന്നു ചോദിക്കും. ഇപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പിച്ചക്കാരൻ അതിൻ്റെ ഇടയ്ക്ക് ഇവള് പോണ് കണ്ടിട്ട് നമ്മുടെ ശ്രുതി നീറ്റ് ഓടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി ഇരുന്നാൽ ശരിയാവില്ല, അവൾ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം അറിഞ്ഞിട്ട് ഓടുന്ന സമയത്ത് മറ്റേ ആ വയസ്സായ ആളുണ്ടല്ലോ, ഭിക്ഷയ്ക്കിരിക്കുന്ന ആൾ, അയാൾ വന്നിട്ട് തടഞ്ഞു നിർത്തും. നീ എന്നിട്ട് ഈ ഓടുന്നത് എന്ന് പറയും. അപ്പോൾ പറയും, ഇല്ല ഞാൻ അവിടെ ഇരുന്നാൽ ശരിയാവില്ല. നീ അവിടെ തന്നെ ഇരിക്കണം, ഞാൻ ഇന്നിപ്പോൾ ഞങ്ങളുടെ ഇതിൽ പോയിട്ട് നിനക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചിട്ട് വന്നിട്ട് നീ ഇവിടെ നിന്ന് നീച്ചു പോകാൻ പറ്റില്ല, നീ അവിടെ തന്നെ വന്നിരിക്കുന്നുണ്ട്. അയാൾ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിടിച്ച് അവിടെ തന്നെ കൊടുന്നിരുത്താണ്. അപ്പോഴാണ് നമ്മുടെ രേവതിയുടെ വരവ്. രേവതി വരുമ്പോൾ ഞാൻ ഈ നാട്ടുകാരനല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കൂടെയുള്ള വയസ്സായാൾ പറയുമ്പോൾ, ഇന്ന് ഒരു ദിവസത്തേക്ക് വേണ്ടി ഇവിടെ ഭിക്ഷയ്ക്ക് ഇരിക്കുകയാണ്, എന്തിനാ തലയൊക്കെ മറിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഇരുന്നാൽ ശരിയല്ല, ആൾക്കാർ കാണട്ടെ ഉണ്ട്. ഇയാൾ ഈ തോർത്ത് മാറ്റുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്. രേവതിക്ക് ഒരു കൺഫ്യൂഷൻ, ഇത് ആരാണ് എന്നുള്ളത്. അതിലിങ്ങനെ നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് മാറും. പിന്നെയും നോക്കുമ്പോൾ ഇത് അയാളല്ലേ, ഇത് അദ്ദേഹമല്ലേ എൻ്റെ ഉള്ളത്. ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ്. പിന്നിക്ക് നോക്കിയിട്ട് അറിയും, എന്താ ഇവിടെ ഇരിക്കണ വയ്ക്കും. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് ദയനീയമായിട്ട് രേവതീനെ ഇങ്ങനെ നോക്കുക. അപ്പോൾ പറയും, എന്തത് വിഷമം, എന്തിനാണ് നിങ്ങളിവിടെ വന്നിരിക്കണം, അയ്യോ എന്താ അത് കഥ. അവൾക്ക് ആകെപ്പാടെ വിഷമോ സങ്കടമോ ഒക്കെ കൂടെ വരും. നീ പൊയ്ക്കേ എന്നൊക്കെ പറയും എന്നറിയാം. അപ്പോൾ ഇങ്ങനെ ഇയാൾ പിന്നെ അമ്മ എന്ന് പറഞ്ഞിട്ട് ശബ്ദം മാറ്റിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് ഉറക്കെ. അപ്പോൾ പറയും, നിങ്ങളെന്താ അവിടെ ഇരിക്കുന്നു വയ്ക്കും. അതിനൊന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ പറയും, ഇന്ന ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ പിച്ചയ്ക്ക് ഇരിക്കുന്നത്, ഞങ്ങളൊക്കെ ഇവിടെ സ്ഥിരമുള്ള ആളാണ്, ഇയാൾ എന്തോ ഒരു പരിഹാര കർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ പറയും. അത് കാണുമ്പോൾ നമ്മുടെ രേവതി വേഗം പോയി സച്ചിനെ വിളിക്കുകയാണ്. സച്ചിനെ വിളിച്ചിട്ട് പറയും, പിന്നെ എന്താ നിങ്ങൾ പെട്ടെന്ന് വരണം ഇവിടെ എന്ന് പറയും. അപ്പോൾ എങ്ങടാണ് ഞാൻ വരേണ്ടത് ചോദിക്കുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ അങ്ങോട്ട് പറയുമ്പോൾ, എനിക്ക് മനസ്സിലായി, നിനക്ക് നിന്നെ എടുത്തിട്ട് കയറാൻ വല്ല ഐഡിയ ആണെങ്കിൽ നടക്കില്ല മോളെ, എന്നെക്കൊണ്ട് പറ്റില്ല, അറിയാം. അതൊന്നല്ല സച്ചേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാന്ന് പറയും. അപ്പോൾ ഏത് അമ്പലം നോക്കിയുമ്പോൾ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങോട്ട് വാ, ഞാൻ അവിടെ കാത്ത് നിൽക്കുകയാണ് അറിയാം. അപ്പോൾ എന്താണ് കാര്യം, അവിടെ വന്നിട്ട് പറയാം, സച്ചേട്ടൻ പെട്ടെന്ന് ഇവിടുന്ന്, പിന്നെ എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റില്ല, പെട്ടെന്ന് മാറും. അപ്പോൾ എന്താ പ്രശ്നം, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വയ്ക്കുമ്പോൾ, എനിക്കല്ല പ്രശ്നം, പിന്നെ നിങ്ങളെ ചേട്ടനില്ലേ അദ്ദേഹം ഇവിടെ ഇരിക്കേണ്ടത് അറിയാം. പാർക്ക് പോയിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് അമ്പലം നടക്കിലായിരിക്കുന്നത്, അത് അതിനൊന്നല്ല, ഭിക്ഷയ്ക്ക് ഇരിക്കുകയാണ്. ഭിക്ഷയ്ക്കോ എന്നറിയാം. അവനെന്താ വട്ടോ വയ്ക്കും. എനിക്കറിയില്ല സച്ചിയേട്ടൻ വേഗം ഇങ്ങോട്ട് വാ എന്നറിയും. എന്നാൽ ഞാൻ അതാ വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നേ നമ്മുടെ വർഷയുടെ വീട്ടിൽ വരിക. അതിൻ്റെ മുന്നേ മധുസൂദനും പിന്നെ മഹിമയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കണില്ലല്ലോ മധുവേട്ടാ. ഇവൻ ശ്രീകാന്ത് അവിടെ റെസ്റ്റോറൻറ്റിൽ ഒരു ചെറിയൊരു കുടിസ് റൂമിലാണ് അത്ര താമസിക്കുന്നത്. അപ്പോൾ ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത്, അതൊന്നും നടന്നില്ലല്ലോ എന്നങ്ങനെ പറയും. അപ്പോൾ പറയും, പിന്നെ അവൻ നല്ലൊരു പയ്യനാണ്, അവൻ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ നല്ലൊരു ആശ്വാസമായിരുന്നു എന്നൊക്കെ പറയും. അവൻ അവിടെയൊക്കെ പോയി താമസിക്കട്ടെ, അവൻ ആ ഡ്രൈവറുടെ മകനല്ലേ, അപ്പോൾ ആ സ്വഭാവം തന്നെ കാണിക്കുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെയല്ല, നമ്മളുടെ നല്ല കുട്ടിയാണ്, അവൻ നല്ല പയ്യനാണ്, ഇവന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടാണെങ്കിൽ നമുക്കൊരു റെസ്റ്റോറൻറ്റൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ നമ്മുടെ കൂടെ നിർത്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് കാണാൻ നമ്മുടെ മറ്റേ വർഷ ഇങ്ങനെ കല്ലി തൊണ്ടുവരികയാണ്. കയ്യിലൊരു ബാഗൊക്കെ എടുത്ത് വലിച്ചെറിയുക. അവൻ്റെ വിചാരം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പറയും, എന്താ മോളെ, നിനക്കെന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് മധുവും മഹിമയും കൂടെ. അപ്പോൾ പറയും, നിങ്ങൾ കണ്ടുപിടിച്ചതെന്നില്ലേ എനിക്ക് ഒരുത്തൻ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി, റോഷൻ. അപ്പോൾ ആ പൊട്ടൻ, ആ ഭ്രാന്തൻ, അവനിന്ന് എന്താ ചെയ്തതെന്ന് അറിയുമോ എന്ന് വയ്ക്കും. അപ്പോൾ പറയും, ആര്, റോഷൻ വയ്ക്കും. റോഷൻ ഇവിടെ സ്ഥലത്തില്ല എന്നല്ലേ പറഞ്ഞത്. ആര് പറഞ്ഞു, അവൻ ഇവിടെ സ്ഥലത്തൊക്കെ ഉണ്ട്, അവൻ തന്നെ നടു റോട്ടിലിട്ടിട്ട് എൻ്റെ കൈ കയറി പിടിച്ചു എന്നറിയും.
കൈ കയറി പിടിക്കും. അവനോ എന്ന് ചോദിക്കും. അവൻ തന്നെ സച്ചേട്ടൻ കൃത്യസമയത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ അവൻ കാറിൽ വലിച്ചു കയറ്റി കണ്ടെങ്കിലും കൊണ്ടുപോകുമായിരുന്നു. അവന് പ്രാന്താണ് തലയ്ക്ക്. അവനറിയാം അച്ഛനും അമ്മയും കൂടെ കണ്ടുപിടിച്ചതെന്നല്ലേ എനിക്കെന്ന്. അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അവളിങ്ങനെ പൊട്ടിത്തെറിക്കുക. അപ്പോൾ അറിയാം മോളെ അത് വെറുതെ പറയുകയാണ്, നിനക്ക് വെറുതെ തോന്നുകയാണ്, അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ അത് സച്ചിൻ്റെയും റോഷൻ്റെയും പ്ലാനാണ്. അടുത്ത വഴിക്ക് മധുസൂദനൻ പറയുക. അപ്പോൾ അച്ഛനെന്ത് ബോധമല്ലേ അച്ഛാ, സച്ചേട്ടനും പിന്നെ റോഷനും ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല, അവർ തമ്മിൽ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്, പിന്നെ എങ്ങനെ അവരുടെ പ്ലാൻ? അങ്ങനെയൊക്കെ തന്നെയാണ്. അവൻ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, അവനെ സച്ചി വിളിച്ച് വരുത്തിയിട്ട് ഇവളെ തട്ടിക്കൊണ്ടുപോകാൻ പറയുക. എന്നിട്ട് വില്ലനെ പോലെ പോയിട്ട് സച്ചി നമ്മളെ വർഷയെ രക്ഷിക്കുക. അതൊക്കെയാണ് അവന് ക്ലീൻ ചീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നറിയാം. അച്ഛന് ബോധമല്ലേ, അച്ഛൻ എന്തൊക്കെയാണ് വിളിച്ച് പറയേണ്ടതെന്ന് അറിയോ? വർഷയുടെ മുന്നിലല്ലേ. വർഷ പിന്നെ കണ്ടത് അപ്പോൾ പറയുന്ന ഒരു സ്വഭാവക്കാരി. അപ്പോൾ പറയുക അച്ഛന് എന്ത് തോന്നിയ ദിവസം വേണമെങ്കിൽ പറയുക, എന്ത് വേണ്ടത്ത ഈ പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പിന്നെ അവനെ എനിക്ക് വിശ്വാസമല്ല സച്ചി, അവൻ എന്നെ എന്തൊക്കെ ചെയ്തു എന്നറിയാമോ? അവനെ എന്നെ അന്ന് ആ മണ്ഡപത്തിൽ വെച്ചിട്ട് എന്തോ തല്ലിയ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തില്ലേ എന്നറിയാം. അപ്പോൾ പറയും രേവതി ചേച്ചീനെ കുറിച്ച് അങ്ങനെ അനാവശ്യം പറഞ്ഞിട്ടില്ല, രേവതി ചേച്ചി ഒരിക്കലും എന്നെ മാല മോഷ്ടിക്കില്ല. അപ്പോൾ പറയും ആര് പറഞ്ഞു രേവതി മാല മോഷ്ടിക്കും എന്ന് പറയുമ്പോൾ, ഇല്ല അച്ഛാ അനാവശ്യം പറയണ്ട, കാരണം ആ വീട്ടിൽ എന്നെ ഇത്രയും കെയർ ചെയ്യുന്നത് രേവതി ചേച്ചിയാണ്. രേവതി ചേച്ചി എന്നെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് കാണുന്നത്. അപ്പോൾ ഒരിക്കലും രേവതി ചേച്ചി അത് ചെയ്യില്ല എന്നുള്ള എനിക്ക് 100% എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയും. അപ്പോൾ പറയും ഇതന്നെയാണ്, നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യുമെന്ന് അറിയും. എന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല, എൻ്റെ ഉള്ള സത്യം ഞാൻ പറയും. നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നെ അവിടെ എത്ര കെയറിങ് ചെയ്യേണ്ടതെന്ന് അറിയോ രേവതി ചേച്ചി. ആ രേവതി ചേച്ചീനെ കുറിച്ചിട്ട് നിങ്ങൾ അനാവശ്യം പറയേണ്ടത്, അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ അല്ലേ ചെയ്യുള്ളൂ എന്ന് പറയും. അപ്പോൾ എന്നെ തലിയാൻ നിനക്ക് ഒരു പരാതി ഇല്ല എന്ന് പറഞ്ഞു. പരാതിയല്ല, എനിക്ക് സങ്കടമുണ്ട് അച്ഛനെ തലിയത്, പക്ഷേ അച്ഛനല്ലേ അത് അത്രയും വഷളാക്കിയത് അച്ഛനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ പിന്നെ. അപ്പോൾ മധുസൂദൻ എടുത്ത വഴിക്ക് അറിയും അവളുടെ അനിയൻ ഒരു ബൈക്ക് മോഷ്ടിച്ചതല്ലേ, അതായിക്കോട്ടെ, അതൊക്കെ നമ്മളെന്തിനാ അന്വേഷിക്കാൻ പോകുന്നത്, അവനങ്ങനെ ചെയ്തു വെച്ചിട്ട് രേവതി ചേച്ചി അങ്ങനെ ചെയ്യണമെന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടുന്ന് പിന്നെ ഇവർക്ക് മനസ്സിലായി വർഷേനെ ഇനി പിടിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയും. അപ്പോൾ പറയും നിൻ്റെ വീട് ഇതല്ല എൻ്റെ വീട് എൻ്റെ ഭർത്താവിൻ്റെ വീട്, ശ്രീകാന്തിൻ്റെ വീടാണ് എൻ്റെ വീട്, എന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പോയത് അതാണ് എൻ്റെ വീട് എന്ന് പറയും. അപ്പോൾ പറയും മോളെ നീ എന്താ ഈ ചെയ്യുന്നത് അറിയാം. അപ്പോൾ പറയും പിന്നെ മധുസൂദനൻ പറയും അപ്പോൾ നിനക്ക് എന്താണ് എന്നെ ഇങ്ങനെ പറഞ്ഞതും പ്രവർത്തിച്ചൊന്നും നിനക്ക് വിഷമമായിട്ടില്ലല്ലേ അറിയാം. അപ്പോൾ ഒരാൾക്ക് മാത്രമാണോ അച്ഛാ വിഷമവും സങ്കടവും? അവരും മാനാഭിമാനമുള്ള ആൾക്കാരുണ്ട്. എങ്ങനെ ഈ ലോ ക്ലാസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവരെ തരം താഴ്ത്തുന്നത്? അവരും മനുഷ്യരല്ലേ, അവർക്കും ഉണ്ടാവില്ല അവരുടേതായ സങ്കടങ്ങളൊക്കെ. എന്നിട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വർഷം അങ്ങനെ കട്ടന്ന് ഇതാക്കുകയാണ്. അതായത് മധുസൂദനെയും മഹിമേനൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ പറയും എന്താണ് ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, എന്നെ ആരും തടയാൻ നിൽക്കണ്ടെന്ന്, തടഞ്ഞാലും ഞാൻ പോകുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മോളെ ഇനി ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് എന്നൊക്കെ പറയുകയാണ് മഹിമയും മധുസൂദനെ. അപ്പോൾ പറയും ഇല്ല ഞാൻ അങ്ങോട്ട് പോവാണ്, എനിക്ക് മനസ്സിലായി നിങ്ങളുടെ കുളിരിപ്പ് എന്താണെന്ന്. ഞാൻ പിന്നെ അപ്പോൾ ഈ സച്ചിയാണ് ഈ റോഷനെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് മധുസൂദനൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ വർഷ പറയുന്നുണ്ട് എനിക്ക് സംശയം അച്ഛനാണ് റോഷനെ വന്നത് എന്നാണെന്ന് പറയും. അപ്പോൾ ഞാനെന്തിനാ അവനെ കൊണ്ടുവരുന്നത്, അല്ലാതെ പിന്നെ ഞാനും ശ്രീകാന്തും വേറിട്ടാണ് താമസിക്കുന്നത് അവൻ എങ്ങനെ അറിഞ്ഞു ചോദിക്കും. ഞാൻ എൻ്റെ വീട്ടിലും ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലാണ് താമസിക്കുന്നത് എങ്ങനെ അറിഞ്ഞു? അപ്പോൾ അച്ഛൻ പറയാണ്ട് അവൻ അറിയില്ലല്ലോ എന്നൊക്കെ പറയും. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് മോളെ എന്നറിയും. അത് ശരി, അപ്പോൾ അച്ഛന് എന്ത് വേണമെങ്കിലും പറയാം, മറ്റുള്ളവർക്കൊന്നും പറയാൻ പാടില്ല, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റം അല്ലേ എന്നറിയും. അപ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നറിയും. പിന്നെ എങ്ങനെ സച്ചിയേട്ടനെ അറിയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവൾ. അങ്ങനെ സച്ചിനെ മറ്റേ മധുസൂദൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കാതെ നമ്മളെ വർഷ എന്തായാലും സച്ചിക്ക് വേണ്ടി കട്ട സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു രണ്ടാളുടെ എല്ലാ പ്ലാനും തകർന്നടിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് നമ്മളുടെ എന്താണ് സുധിയുടെ അടുത്തേക്ക് നമ്മുടെ സച്ചി വരികയാണ്. സച്ചി വന്ന് രേവതി സച്ചിയും കൂടി നോക്കുമ്പോൾ സുധി ഇരുന്നിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പാത്രം കെഞ്ചുന്ന സമയത്ത് ഇങ്ങനെ തെണ്ടിയാണ്. അപ്പോൾ പറയും നിൻ്റെ ശബ്ദം എന്താടാ ഇങ്ങനെ മിക്സിയിൽ കല്ലിട്ട്
പൊടിക്കും പോലത്തെ ശബ്ദം എന്നറിയും. ഓ രാവിലെ മുതൽ തുടങ്ങിയതല്ലേ, എൻ്റെ തൊണ്ടയൊക്കെ വേനിക്കുകയാണ് എന്നറിയാം. അപ്പോൾ പറയും നീ ചുക്കും മല്ലിയും കൂടെ ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിച്ചാൽ മതി, അപ്പോൾ തൊണ്ടയൊക്കെ ശരിയായിക്കോളും എന്ന് അയാളിങ്ങനെ കൂടെ ഇരിക്കുന്ന ആ വയസ്സായ ആൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് ചെല്ലുകയാണ്. സച്ചിയും രേവതി നീ എന്താടാ അവിടെ ഇരിക്കുന്നത്, വീട്ടിലേക്ക് വാ, നിന്നെ അങ്ങനെ കാണാൻ വയ്യ എന്നൊക്കെ പറയും. അപ്പോൾ നിനക്കെന്ത് പ്രാന്തായോ, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ പറയും. അതിൽ പറ്റില്ല, നീ വീട്ടിലേക്ക് വാ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പിന്നെ സച്ചിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരികയാണ്. അപ്പോൾ പറയും നീ എന്തിനാ അങ്ങോട്ട് ഇവിടെ വന്നിരിക്കുന്നത് സുധി, നീ വീട്ടിലേക്ക് വാ എന്ന് പറയും. അപ്പോൾ വയസ്സായ ആൾ ചോദിക്കും അല്ല നിങ്ങൾ അറിയോ, പിന്നെ ഇയാളെ അറിയും, ഞാൻ ഇവൻ്റെ അനിയനാണ്, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, എങ്ങനെ എൻ്റെ അമ്മാവനെ വളർത്തിയതാണെന്നറിയോ, എന്നിട്ടാണ് അവൻ ഈ കാണിക്കുന്നത്, നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിനക്ക് ഇതിന് മാത്രം എന്താ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും കാനഡയ്ക്ക് പോകാൻ കാശുണ്ടാക്കാൻ ഇവിടെ വന്നിരുന്നാൽ ഇങ്ങനെ കാശുണ്ടാകാമെന്ന് ആരാ നിന്നോട് പറഞ്ഞു വയ്ക്കും. അപ്പോൾ എടാ അതിന് ജോലി ചെയ്യണം, അതിന് പൈസ ഉണ്ടാക്കണം, അതിനാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്, നമ്മളെ ബന്ധുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാ, അച്ഛനും അമ്മയും ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും, നീ എന്തൊന്നും ആലോചിക്കാത്തത് സുധി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും എനിക്കിതിനെ കണ്ടിട്ട് ഭയങ്കര സങ്കടം. അപ്പോൾ പറയും സങ്കടം നിനക്കോ, നീയല്ലേ എന്നെ ഏറ്റവും കൂടുതൽ കുത്തി വേദനിപ്പിക്കുന്നത്, നീയല്ലേ എന്നെ പരിഹസിക്കുന്നത് പറയും. എടാ അതൊക്കെ വെറുതെ, അതൊക്കെ അപ്പത്തെ ഓരോരോ ഇതിന് വേണ്ടി പറയുന്നുണ്ടല്ലേ, അല്ലാണ്ട് നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റില്ല പറയും. അപ്പോൾ രേവതി അവിടെ നിൽക്കുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ വീട്ടിലേക്ക് വാ, നിങ്ങൾ എന്തിനാ അങ്ങനെ ഇരിക്കുന്നത്, അത് ശ്രുതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തുമാത്രം വിഷമം ഉണ്ടാവും എന്നറിയോ, ഈ ഒരു വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടാൽ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും ഇല്ല ഞാൻ വരില്ല, എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യമാണ് നിനക്ക്, എന്ത് ലക്ഷ്യമാണ് നിൻ്റെ, ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പിച്ചയ്ക്ക് ഇരുന്ന് അതിൻ്റെ ലക്ഷ്യം നടക്കുമോ നോക്കിയോ. അപ്പോൾ ആ കൂടെ ഇരിക്കുന്ന വയസ്സായ ആൾ പറയുക അല്ല ഒരു ദിവസത്തേക്ക് വേണ്ടി എന്തോ ഒരു പരിഹാര ക്രിയയാണ്. പരിഹാരക്രിയ, എന്ത് പരിഹാരക്രിയ എന്ന് പറയും. അപ്പോൾ ഒരു സ്വാമിജീനെ കണ്ടു അത്രേ, ആ സ്വാമിജി ഒരു ദിവസം എന്നിങ്ങനെ ഭിക്ഷയ്ക്ക് ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അറിയാം. അപ്പോൾ രേവതി എടുത്ത വഴിക്ക് അറിയും ഒരു സ്വാമിജിമാരും ഇങ്ങനെ ഭിക്ഷയ്ക്ക് ഇരിക്കാൻ വേണ്ടി പറയില്ല, അത് തട്ടിപ്പാവും കേട്ടോ, ഇങ്ങനെ ഭിക്ഷയ്ക്ക് ഇരിക്കാൻ വേണ്ടി പറയില്ല, ആരത് പറഞ്ഞത് എന്നറിയും. അപ്പോൾ മറ്റേ ഉണ്ടല്ലോ കൂടെ എന്താ അവൻ്റെ പേര്, അവനാണ് ഇങ്ങനെ കൂട്ടുകാരൻ, അങ്ങനെ ഒരു കൂട്ടുകാരനെ ഞാൻ പറഞ്ഞിട്ട് എന്നാൽ അവൻ്റെ എന്തോ കള്ളത്തരാണ്, അല്ലാണ്ട് അവനാണ് കൂട്ടിക്കൊണ്ട് പോയതെന്ന് പറയും. അപ്പോൾ പറയും ഇതിൽ എന്തോ കള്ളത്തരുണ്ട്, വേണ്ട സുധി നീ വീട്ടിലേക്ക് വാ, നീ ഇതിലിവിടെ ഇരിക്കണ്ട എന്ന് പറയും. ഞാൻ വരില്ല, എനിക്ക് കാനഡയിൽ പോകണമെന്ന് പറയും. നിനക്ക് കാനഡയിൽ പോകും, നീ ഇവിടെ ഇരുന്നിട്ട് എന്താണ്, നീ ജോലി ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ട് ഇവിടെ ഇരുന്ന് ഭിക്ഷയ്ക്ക് ഇരുന്ന് ആരാ നിന്നെ കാനഡയ്ക്ക് കൊണ്ടുപോകുക, നിൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെ നടക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. കുറേ സച്ചിയും രേവതിയും പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഞാനൊന്ന് 6 മണി വരെ എനിക്കിവിടെ ഇരിക്കണം, 6 മണി കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. അതെന്താ 6 മണി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ എന്ന് നീ പറയുന്നത്, അതുവരെയാണോ, അത് കഴിഞ്ഞാൽ നിന്റെ സൈറൺ അടിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പിന്നെ സച്ചി. അത് അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ പരിഹാരം ഇല്ല, അത് വെറും കള്ളത്തര, ഒരു സ്വാമിമാരും ഇങ്ങനെ ഭിക്ഷകരിക്കാൻ വേണ്ടി ഒരാളോടും പറയില്ല, ഇതിലെന്തോ കള്ളത്തരുണ്ട്, നീ വീട്ടിലേക്ക് വാ എന്നൊക്കെ പറയും. അപ്പോൾ പറയില്ല ഞാൻ വരില്ല എന്നറിയും, നീ വരണം എന്ന് പറയും. അപ്പോൾ അപ്പോഴും ശ്രുതി പറയും ഞാൻ വരില്ല, നീ പൊയ്ക്കോ, നിങ്ങളിവിടെ ഇരിക്കണം, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ മുഴുവൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയും. പറ്റില്ല, നീ വീട്ടിലേക്ക് വന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ പിടിയാലേ സച്ചി, അത് നീ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് പോയി, എനിക്ക് സങ്കടം വരുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ രണ്ടാൾക്കും ഭയങ്കര വിഷമാവാണ്, സച്ചിക്കും രേവതിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധി അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, നീ വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണാം, നീ വാ, നീ നല്ലൊരു ജോലിയാണ് നിനക്ക് പ്രശ്നം, നമുക്കൊരു ജോലി സംഘടിപ്പിക്കാം, നീ ആദ്യം വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ പറയും ഇല്ല ഞാൻ വരില്ല എന്ന് പറയും. അപ്പോൾ നീ വരണം, വന്നേ പറ്റും, നിന്നെയും കൊണ്ട് ഞങ്ങൾ പോവുള്ളൂ എന്ന് പറയും. അങ്ങനെ അപ്പോൾ പിച്ചപാത്രം കയ്യിലുണ്ടാവും, അതൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ്. നീ പറയും അപ്പോൾ നിന്റെ ഡ്രസ്സ് എവിടെ, നിനക്ക് എവിടെ നിന്ന് ഈ വേഷം എന്ന് വയ്ക്കും. അപ്പോൾ ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ച് നീപ്പിക്കും. അപ്പോൾ നാറിയിട്ട് എന്തൊരു നാറ്റടാ നിന്നെ ഇതെന്ന് പറയും സച്ചി. അത് വേറൊരു ഭിക്ഷക്കാരൻ്റെ അടുത്തേക്ക് ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തതാണ് അറിയും കേട്ടോ. അപ്പോൾ നിൻ്റെ ഡ്രസ്സൊക്കെ അവിടെ അറിയും. അപ്പോൾ എൻ്റെ പാർക്കിലുണ്ടായിരുന്നില്ല, എൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ അടുത്താണ് അറിയും. അപ്പോൾ അവനും കൂടെ അറിഞ്ഞുകൊണ്ടാണ് നിന്നെ ചതിച്ചത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്തായാലും നീ വീട്ടിലേക്ക് പോവാന്നറിയും. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഞാൻ വരില്ല പറഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു കമ്പിയുണ്ട് അമ്പലത്തിൻ്റെ ഇതിലിങ്ങനെ ചുറ്റി വെച്ച്, ആ കമ്പീൻ്റെ മുകളിൽ ബലമായിട്ട് പിടിക്കണം. അങ്ങനെ നമ്മളെ സച്ചി പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. നീ ഇവിടെ ഇരുന്ന് ശരിയാവില്ല, ഇങ്ങനെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് സങ്കടം ഉണ്ടാവും എന്നറിയോ, നീ എന്താ അത് മനസ്സിലാക്കാത്തത്, എന്തിൻ്റെ പേരിലായാലും നീ ഇവിടെ ഇരിക്കേണ്ട, നീ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വീട്ടിൽ നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ ഇരുന്ന് ആട്ടുകട്ടലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റാൾ ചന്ദ്ര കാപ്പിയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാപ്പി കുടിക്കണം എന്നിങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും നീ കൊണ്ടുവന്നല്ലോ എന്നൊക്കെ പറയും.
അപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മനസ്സറിഞ്ഞ് ഓരോന്ന് ചെയ്യുന്നത് ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ റൊമാൻറ്റിക്കായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ പറയും ഇതാ കാപ്പി കുടിക്കുക പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അത് കുടിക്കുന്ന സമയത്ത് ഇത്തിരി കടുപ്പം കൂടുതലാണ്, ഇതൊരു കയ്പുണ്ട് ഇത് അറിയും. അപ്പോൾ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ രേവതി മരുമകൾ ഉണ്ടാക്കിയതല്ലേ ഇഷ്ടമാവുള്ളൂ അറിയും. അപ്പോഴേക്കും നീ എന്തിനാണ് ഈ രേവതി അതിലേക്ക് വലിച്ചിരിക്കുന്നത് ചന്ദ്രേ? അപ്പോൾ രേവതി അതിൻ്റെ കടുപ്പവും രുചിയൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കറിയും. മനുഷ്യ അതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് അതിൽ മധുരമല്ല കയ്പായിട്ട് തോന്നുന്നത് അറിയും. പഞ്ചസാര ഒരു ശേഷമൊക്കെ ആവാം എന്ന് പറയും. എനിക്ക് അത്രയ്ക്ക് പ്രശ്നമല്ല അറിയാം. പിന്നെ പ്രായമായി, അവനെൻ്റെ പ്രായം ആലോചിക്കേണ്ടതെന്നറിയും. അപ്പോൾ നീ ഈ കണ്ണാടിയിലൊന്ന് പോയി നോക്കും, നിനക്കും പ്രായമായി, നീ എന്തിനാ മനസ്സാര ഇട്ടിട്ട് കുടിക്കുന്നത് ചോദിക്കും. അപ്പോൾ പറയും എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല അറിയാം, നീ കണ്ണാടി നോക്കാഞ്ഞിട്ട് അത് പറയും. ഞാൻ ദിവസം കണ്ണാടിയിൽ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ അവിടുന്ന് അവരുണ്ടാളുടെ തർക്കത്തിൻ്റെ ഇടയിലാണ് സച്ചി കാറും കൊണ്ട് വരുന്നത്. സച്ചി കാറിന്ന് എന്നിട്ട് കൊണ്ട് നിർത്തി രണ്ടാളെ ഇറങ്ങുകയാണ് കാറിന്ന്. പിന്നെ സച്ചിയും രേവതിയും കൂടെ കാറിന്ന് ഇറങ്ങും. ഇവരുണ്ടാളും നടക്കുമ്പോഴും സുധി കാറിന്ന് ഇറങ്ങില്ല, സുധി കാറിൽ തന്നെ ഇരിക്കുക. അപ്പോൾ രേവതി പറയും അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല സച്ചേട്ടാന്ന് പറയും. അപ്പോൾ നീ എന്താ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇറങ്ങുമെന്ന് അറിയും. അപ്പോൾ പറയും ഞാൻ അങ്ങനെ വരുന്നില്ല, അമ്മയും അച്ഛനും പിന്നെ ശ്രുതിയൊന്നും എന്നെ ഇങ്ങനെ കാണാണ്ട് അറിയും. അപ്പോൾ ഈ ബോധം നിനക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ലേ? നീ വന്ന് കുളിച്ചൊക്കെ ഫ്രഷാവുക പറഞ്ഞിട്ട് ഇങ്ങനെ സുധീനെ വിളിക്കുകയാണ് കാരണം. അപ്പോൾ സുധി ഇങ്ങനെ കാറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ചെമ്പനീർ പൂവിൻ്റെ കഥ. എന്തായാലും രസമുണ്ട്, സുധി ആൾ കലക്കിട്ടോ, രസമായിട്ടുണ്ട്. വർഷം നന്നായിട്ടുണ്ട്. ഇന്നത്തെ ഇത് മുഴുവൻ വർഷം കൊണ്ടുപോയി, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ടേ, ഇന്നത്തെ ചെമ്പനീർ പൂവ് കാണുക. അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.